ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ. ഈ ഒരു പെരുംജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ എനേബിൾ ആകും. അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് പെരുംജീരകം ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് പൊടിക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടിച്ചെടുത്ത പെരുംജീരകം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് പൊടിച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേര ജെല്ലാണ്. അതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ കൂടെ യൂസ് ചെയ്താൽ മതിയാകും. നല്ലൊരു ഫേസ് പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. മുഖത്ത് ഒരുപാട് പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ആഴ്ച 2 തവണ ഇതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതിയാകും കേട്ടോ. 15 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് സൊല്യൂഷൻ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇതുപോലെ നല്ല രീതിയിൽ മുഖം മുഴുവനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സമയം വെച്ചിരുന്നതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. നല്ല രീതിയിൽ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിമ്പിൾസ് വരാണ്ടിരിക്കാനും പിമ്പിൾസ് വന്ന ആ ഒരു പാടുകൾ മാഞ്ഞു പോകാനും മാത്രമല്ല കണ്ണിൻ്റെ താഴെ ഒരുപാട് കളർ വ്യത്യാസമുള്ള ഭാഗങ്ങളിലൊക്കെ ഈവൻ ടോണാക്കി മാറ്റാനും എല്ലാത്തിനും ഈ ഒരു പെരുംജീരകത്തിൻ്റെ സൊല്യൂഷൻ സഹായിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പെരുംജീരകത്തിൻ്റെ പൊടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടുത്ത ടിപ്പും കൂടെ നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിലേക്ക് പെരുംജീരക പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു പെരുംജീരകത്തിൻ്റെ എസൻസ് ഒക്കെ വേഗത്തിൽ തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നല്ല ചൂടോടുകൂടി ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം ആ ഒരു വെള്ളം ആറിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു പെരുംജീരകം മുടി വളർച്ചയെ നല്ല രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് മുടി വേരുകളെ ശക്തിപ്പെടുത്തി മുടി കൊഴിച്ചൽ തടയാനും സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ താരനകറ്റാനും തലയോട്ടിയിലെ അണുബാധ തടയാനും ഫലപ്രദമാണ്. അപ്പോൾ ആ ഒരു വെള്ളം നന്നായിട്ട് ആറിയതിന് ശേഷം ഞാൻ ഫിൽറ്റർ ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചതിന് ശേഷം ആഴ്ചയിൽ 1-2 തവണ നമ്മുടെ തലയിൽ നല്ല രീതിയിൽ ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചിരുന്നിട്ട് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. ഈ ഒരു പെരുംജീരകത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അകാലനര തടയുന്നതിനും മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കും. വരണ്ട തലയോട്ടിയെ പോഷിപ്പിക്കുകയും മുടിക്ക് തിളക്കം നൽകാനും പെരുംജീരകം സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. പെരുംജീരകം കറികളിലും മസാലകളിലും ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിന് പ്രത്യേക സുഗന്ധവും രുചിയും നൽകുന്നു. അപ്പോൾ ഷെഫ് പറഞ്ഞതുപോലെ പെരുംജീരകം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി പൊടിച്ചു വെക്കുകയാണെങ്കിൽ കറി വെക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുകയാണെങ്കിൽ ഹോട്ടലിലെ കറികളുടെ രുചി പോലെ തന്നെ നമ്മുടെ വീട്ടിലും നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ അളവിലേക്ക് പെരുംജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിലേക്ക് കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ എടുക്കേണ്ടത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കറികൾക്ക് ടേസ്റ്റ് കൂട്ടാനും തിക്നെസ് കൂട്ടാനും വളരെയധികം എളുപ്പത്തിൽ വളരെ ടേസ്റ്റിൽ നമ്മുടെ കറികൾ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും ചെയ്യാവുന്ന ഒരു കിടിലൻ റെമഡിയാണ് കേട്ടോ ഇത്. അപ്പോൾ പെരുംജീരകത്തിൻ്റെ കൂടെ ഈ 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മീൻ കറിക്ക് ടേസ്റ്റ് കൂട്ടാനും ഇറച്ചിക്കറികൾക്ക് ടേസ്റ്റ് കൂട്ടാനും മാത്രമല്ല വെജിറ്റബിൾ കുറുമ, നമ്മൾ കുറുമയൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന സമയത്ത് അതിനൊക്കെ നല്ല ടേസ്റ്റും തിക്നെസ്സും കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ പൊടിക്കൈ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേണം കേട്ടോ. നമ്മൾ ഒരുപാട് ഫുൾ ഫ്ലെയിം അങ്ങ് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് അത് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലൊന്ന് കളർ ചേഞ്ച് ചെയ്താൽ മതിയാകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുക്കുന്ന ഈ ഒരു റെമഡി മാസങ്ങളോളം തന്നെ കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതും മാത്രമല്ല കറികൾ എങ്ങനെ വെച്ചിട്ടും ടേസ്റ്റ് കൂടുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു പൊടിക്ക് ഒരു തവണയൊന്ന് വീട്ടിൽ തയ്യാറാക്കി വെച്ച് നോക്കും. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഇത് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ആ ഒരു നോൺ വെജും മീനും അതുപോലെ തന്നെ കറികളൊക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു പച്ചമണം ഇല്ലാതായിട്ട് നല്ലൊരു അരോമ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു പൗഡർ സഹായിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇന്ന് തന്നെ ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പെരുംജീരകം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിലേക്ക് പെരുംജീരകമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഗ്ലാസ് അളവിലേക്ക് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഓവർനൈറ്റ് നമുക്ക് ഈ ഒരു വെള്ളം അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, ആ ഒരു പെരുംജീരകം ഇട്ടിട്ട്. അതിനുശേഷം രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഈ ഒരു പെരുംജീരകം ഇട്ട വെള്ളം കുടിച്ചു വരികയാണെങ്കിൽ വായുനാറ്റം മാറാനും അത് മാത്രമല്ല ആർത്തവ സമയത്തെ വേദന കുറയ്ക്കാനും സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളെ സമ്പുഷ്ടമാണ് ഈ ഒരു പെരുംജീരകം. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല പെരുംജീരക വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പെരുംജീരക വെള്ളം ഇതുപോലെ നമുക്ക് കളർ ചേഞ്ചായി കിട്ടും കേട്ടോ. പെരുംജീരകത്തിൽ വിറ്റാമിൻ സി, എ, ഫൈബർ, പൊട്ടാഷ്യം, സിങ്ക്, ഇരുമ്പ്, കാൽഷ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് രാവിലെ വെറും വയറ്റിൽ നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇന്ന് മുതൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് മുടി നരച്ചു പോയി ആ ഒരു നരച്ച മുടി നാച്ചുറലായിട്ട് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് കൊണ്ട് റൂട്ടിൽ നിന്ന് തന്നെ നാച്ചുറലായിട്ട് കറുപ്പാക്കിക്കണം എന്നുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മൾ ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി കത്തിക്കുകയും വേണ്ട പുകയ്ക്കുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഇതും കൂടെ ചേർത്തൊന്ന് കലക്കി തേച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ ആ ഒരു ഹെയർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പെരുംജീരകം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കരിക്കൊന്നുമില്ല പുകയ്ക്കൊന്നുമില്ല, പൊടിച്ചു വെച്ച ആ ഒരു പെരുംജീരകം അങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ആവശ്യാനുസൃതം, അതായത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്കാണ് പെരുംജീരകം എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് ഹെന്ന. നമ്മളിത് ആയുർവേദിക് ഷോപ്പിലേക്ക് ചോദിച്ചാൽ കിട്ടും. ഹെർബൽ അടങ്ങിയ കെമിക്കൽ ഇല്ലാത്ത അമോണിയ ഫ്രീ ആയിട്ടുള്ള ഇതുപോലുള്ള ബ്ലാക്ക് ഹെന്ന നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ തന്നെ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. അതിലേക്ക് ഞാനിവിടെ അലോവേര ജെല്ലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഒരു ജെല്ലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലേ, മുടി ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയി പോവുക, മുടി കൊട്ടി പോവുക, മാത്രമല്ല ഡ്രൈനെസ് കാരണം മുടിയിൽ ഒരുപാട് ഡാൻഡ്രഫ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മറിച്ച് അകാല നര വേരോടെ തന്നെ ഇല്ലാതാക്കുകയും മുടി റൂട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ നാച്ചുറലായിട്ട് കറുപ്പാകാൻ വേണ്ടിയിട്ടും സഹായിക്കും. പെരുംജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, ഫൈബർ, വിറ്റമിൻ സി എന്നിവ മുടി കൊഴിച്ചൽ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ സി, ഇരുമ്പ്, സിങ്ക്, പൊട്ടാഷ്യം, കാൽഷ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് തലയോട്ടിയെ പോഷിപ്പിക്കുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഹെയർ ഡേ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ തല മുഴുവനും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെറും അരമണിക്കൂർ സമയം മാത്രം വെച്ചിരുന്നതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. എൻ്റെ ഫ്രണ്ടായ ആയുർവേദിക് ഡോക്ടർ പറഞ്ഞൊരു കിട്ടിലൻ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇത്. പെരുംജീരകം നമ്മുടെ തലമുടിക്ക് ഇത്രത്തോളം ബെനിഫിറ്റ് തരുന്നുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണല്ലേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പെരുംജീരകം വെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.